പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ സിംഹാസനമായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. പലപ്പോഴും ജീവിതത്തിൽ എന്തു ചെയ്യണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കാറുണ്ട്. നമ്മുടെ ബുദ്ധിയെയും ചിന്തകളെയും ദൈവികമായ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുവാനും ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും വിവേകത്തോടെ പ്രവർത്തിക്കാനും നമുക്കിപ്പോൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. തനിക്കിഷ്ടമുള്ളത് ചോദിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ സമ്പത്തോ അധികാരമോ ചോദിക്കാതെ തൻ്റെ ജനത്തെ ഭരിക്കാൻ ആവശ്യമായ വിവേകം മാത്രം ചോദിച്ച സോളമൻ രാജാവിനെ നമുക്ക് ധ്യാനിക്കാം. വിവേകമെന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാനും അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും വിവേകം നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ദൈവഹിതം വിവേകത്തോടെ തിരിച്ചറിഞ്ഞതെന്ന് നമുക്ക് ധ്യാനിക്കാം. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ മാതാവേ, കൃപാസനം രാജ്ഞി, ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹം, ജോലി, പഠനം, സാമ്പത്തിക നിക്ഷേപങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ നീക്കി വ്യക്തമായ കാഴ്ചപ്പാട് നൽകണമേ. ഏത് വഴിയാണ് ദൈവം ഞാനായി ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ. പതറുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്പനേരം നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ആവശ്യമായ ബുദ്ധിശക്തിയും വിവേകവും നൽകണമേ. കഠിനമായ വിഷയങ്ങൾ മനസ്സിലാക്കുവാനും അവ പ്രായോഗികമായി നടപ്പിലാക്കാനും സഹായിക്കണമേ. ജോലി സ്ഥലത്തെ പ്രതിസന്ധികളെ വിവേകത്തോടെ നേരിടാൻ കൃപ നൽകണമേ. വാക്കുകളിലും പ്രവൃത്തികളിലും മിതത്വം പാലിക്കുവാനും മറ്റുള്ളവരോട് സ്നേഹത്തോടും വിവേകത്തോടും കൂടി സംസാരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അറിവിനേക്കാൾ ഉപരിയായി ആ അറിവിനെ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യാശയുടെ നിലവിളക്കേ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വിവേകമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. മക്കളെ വളർത്തുമ്പോഴും കുടുംബാംഗങ്ങളോട് ഇടപെടുമ്പോഴും സ്നേഹവും വിവേകവും കൈവിടാതെ നോക്കണമേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സംരക്ഷിക്കണമേ. ശത്രുക്കളുടെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനും അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും ഞങ്ങൾക്ക് ബുദ്ധി നൽകണമേ. ലൗകികമായ അറിവിനേക്കാൾ ദൈവികമായ ജ്ഞാനത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ ദൈവിക ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാം. കൃപാസന മാതാവേ, ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ വിവേകവും ജ്ഞാനവും അമ്മ നൽകിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി മുതൽ ഞങ്ങൾ ഇരുട്ടിലല്ല, ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് നടക്കുന്നത്. ഓരോ തീരുമാനവും ദൈവഹിതമനുസരിച്ചായിരിക്കുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവിക വിവേകവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.